ഒരു ക്രൈസ്തവൻ്റെ അടിസ്ഥാന വിളി എന്ന് പറയുന്നത് ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുക എന്നുള്ളതാണ്. മിഷണറിമാരാകാൻ നമുക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന് പറയും. പക്ഷേ നമ്മൾ പലപ്പോഴും പല എക്സ്ക്യൂസുകൾ പറയാറുണ്ട്. ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ പറയും എനിക്ക് കുടുംബത്തിൽ ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ഭാര്യയുടെയും മക്കളുടെയും അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം, അതിൻ്റെ തിരക്കുകളുണ്ട്, ജോലിയുണ്ട്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. ഇനി അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് സ്കൂളുകളുണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ ഇടവകയിലെ കാര്യങ്ങളെല്ലാം നോക്കണം, ഇതെല്ലാം കഴിഞ്ഞ് ഒരു മിഷണറി ആവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്നൊക്കെ പലപ്പോഴും നമ്മൾ എക്സ്ക്യൂസുകൾ ഇങ്ങനെ പല രീതിയിൽ പറയാറുണ്ട്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ഈശോയെ പ്രഘോഷിക്കാം എന്ന് പഠിപ്പിച്ച വിശുദ്ധയാണ് വിശുദ്ധ വെറോനിക്ക ജൂലിയാനി. വെറോനിക്ക ജൂലിയാനി ക്ലാരസ് സഭയിലെ മിണ്ടാമഠത്തിലെ അംഗമാണ്. മിണ്ടാമഠത്തിലെ നിയമം അനുസരിച്ച് അവർക്ക് പുറത്തുപോയി ജോലി ചെയ്യാനോ പുറത്തുള്ളവരോട് സുവിശേഷം പ്രഘോഷിക്കാനോ സാധിക്കില്ല. മഠത്തിൻ്റെ ആവൃത്തിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ മാത്രമാണ് സാധിക്കുന്നത്. എങ്കിലും തൻ്റെ ഈ വളരെ അടങ്ങാത്ത ആഗ്രഹത്തിന് ഒരു പ്രതിവിധിയായി വിശുദ്ധ വെറോനിക്ക ജൂലിയാനി ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. അർദ്ധരാത്രിയിൽ എല്ലാ സിസ്റ്റേഴ്സും ഉറങ്ങിക്കഴിയുമ്പോൾ അവർ വിശ്രമിക്കാൻ പോകുന്ന സമയത്ത് വെറോനിക്ക ജൂലിയാനി അവരുടെ ആ മഠത്തിൻ്റെ നടുമുറ്റത്തുള്ള വലിയൊരു മരത്തിൽ കയറി നിന്നുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുമായിരുന്നു. പറഞ്ഞിരുന്ന സുവിശേഷം ഇതാണ്: ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത്. അത് പല പ്രാവശ്യം ആവർത്തിച്ച് പറയും. ഓരോ പ്രാവശ്യം പറയും തോറും വെറോനിക്ക ജൂലിയാനിയുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറയും. മാത്രവുമല്ല, ഈ ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിൻ്റെ ചുറ്റുവട്ടത്ത് നടന്നതായി അവിടെയുള്ള ആളുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് സാഹചര്യത്തിലുള്ളവരാണ് എന്നുള്ളതല്ല പ്രശ്നം. സുവിശേഷം പ്രഘോഷിക്കാൻ നമ്മുടെ മനോഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ, ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് സുവിശേഷം പ്രഘോഷിക്കുന്നവരായി തീരാം.